ഇപ്പം വെക്കുന്ന മിക്ക വീടുകളും 2 സ്റ്റോറി വീടുകളാണ്. സിംഗിൾ സ്റ്റോറി വീടുകൾ അല്ലെങ്കിൽ ഒറ്റ നില കെട്ടിടങ്ങൾ വളരെ റെയറാണ്. അന്നേരം ഡബിൾ സ്റ്റോറി കെട്ടിടങ്ങളിൽ മേളിലോട്ടുള്ള സ്റ്റെയർ കേസ് വീടിന്റെ ഒരു അവിഭാജ്യമായ ഘടകമാണ്. സ്റ്റെയർ കേസിനെ കുറിച്ച് ആരും പെട്ടെന്ന് ആലോചിക്കാറില്ല. ശരിക്കും ബാത്റൂമിന്റെ ടൈൽസും ഫ്ലോറിന്റെ ടൈൽസും എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥാനമാണ് ഈ സ്റ്റെയർ കേസിന്റെ ടൈൽ. അല്ലെങ്കിൽ സ്റ്റെയർ കേസും ലാൻഡിംഗിൽ എന്ത് വിരിക്കും എന്നുള്ള ഒരു ചോദ്യം. എന്നാൽ ഇത് ഒഴിവാക്കാനും പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് കേരളത്തിൽ പണിയുന്ന മിക്ക വീടുകളും 90% വീടുകളും ഡബിൾ സ്റ്റോറി വീടുകളാണ്, 2 നില കെട്ടിടങ്ങളാണ്. അപ്പം ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ വീടിന്റെ ഒരു ഘടകം, അതായത് സ്റ്റെപ്പ് ടൈൽസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ടൈൽസിന്റെ മനോഹരമായ ലോകത്തേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്റ്റെപ്സിനെ കുറിച്ചാണ്. യെസ്, സ്റ്റെപ്പ് ടൈൽസ്. സ്റ്റെപ്പ് ടൈൽസിനെ കുറിച്ച് ആദ്യമേ ആരും ചിന്തിക്കത്തില്ല. എനിക്ക് വളരെ കുറച്ച് പ്രോജക്ട്സിലെ സ്റ്റെപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ തുടക്കം പോലെ ഉള്ളു. ഫ്ലോർ ടൈലും വോൾ ടൈലും എല്ലാം കഴിഞ്ഞിട്ട് മൂന്നാമത് വരുന്ന സെലക്ഷനാണ് സ്റ്റെപ്പ് ടൈൽസിന്റെ. നമുക്കിന്ന് ഒരു 3 നല്ല സ്റ്റെപ്പ് ടൈൽ ഓപ്ഷൻസ് കണ്ടു നോക്കാം. അതിന്റെ സവിശേഷതയും അതിന്റെ ഗ്രാനൈറ്റിന്റെ പുറത്ത് അല്ലെങ്കിൽ തടിയുടെ പുറത്തുള്ള അഡ്വാൻറ്റേജ് എന്തുവാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സ്റ്റെപ്പ് ടൈൽ എന്ന് ആലോചിക്കുമ്പോൾ ഏതൊരു മലയാളിയുടെയും ആദ്യം മനസ്സിൽ വരുന്ന ടൈല് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് സ്ലാബ് ആണ്. ഗ്രാനൈറ്റ് സ്ലാബ് എന്ന് പറഞ്ഞാൽ 92 മൊസൈക്കിൽ നിന്ന് മാറി ആദ്യമായിട്ട് മറ്റൊരു ഫ്ലോറിംഗ് കേരളത്തിലേക്ക് വരുന്നത് മാർബിൾ ആണ്. മാർബിള് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നപ്പം ഗ്രാനൈറ്റ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നു. അപ്പം ഈ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിൾ പെട്ടെന്ന് പോയി. പക്ഷെ ഗ്രാനൈറ്റ് ഇന്നും എല്ലാ വീട്ടുകാരുടെയും ആദ്യത്തെ ഓപ്ഷനാണ് സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടും ഫ്രണ്ട് സ്റ്റെപ്പിന് വേണ്ടിയിട്ടും. ഇത് കൂടാതെ കുറച്ചുകൂടെ പ്രീമിയം കൺസ്ട്രക്ഷനിൽ ആക്ച്വൽ വുഡ്, അതായത് തേക്ക്, ഈട്ടി ഇതുപോലുള്ള നല്ല പ്ലാങ്ക്സ് വെച്ച് വുഡ് അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇപ്പം വളരെയധികം പോപ്പുലറായി വരുവാണ്. അപ്പം ഗ്രാനൈറ്റും വുഡും ഇതാണ് ടോപ്പ് 2 പ്രീമിയം സ്റ്റെയർ കേസ് സൊല്യൂഷൻ. അതിനെ ഞങ്ങൾ അതിനെ കോമ്പീറ്റ് ചെയ്യത്തില്ല, ഞങ്ങൾ അതിനെ ഒരിക്കലും തെറ്റു പറയത്തില്ല. ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. കാണാനും നല്ല, എല്ലാം കൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ വിതൗട്ട് എനി ഡൗട്ട് ഈ 2 ഓപ്ഷനും വളരെ എക്സ്പെൻസീവ് ഓപ്ഷൻസ് ആണ്. ഗ്രാനൈറ്റ് വൈ? ബിക്കോസ് നമുക്ക് ഗ്രാനൈറ്റിൽ 90% കേസിലും നമുക്ക് ബ്ലാക്ക് കളർ മാത്രമേ സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിനകത്ത് നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാനൈറ്റിന് 300 രൂപ മുതൽ 700 രൂപ വരെ റേറ്റ് ആണ്. അതേസമയം 200 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഗ്രാനൈറ്റ് എല്ലാം വളരെ മോശം ഗ്രാനൈറ്റ് ആണ്. അതിനിപ്പം തിളക്കവും ഇല്ല, ഡീറ്റെയിൽസും ഇല്ല. അതേപോലെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ എഡ്ജസിനകത്തുനിന്ന് പോളിഷ് പോവുകയും ചെയ്യും. അപ്പം സൂപ്പർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഓപ്ഷൻ ഗ്രാനൈറ്റ് ഇന്നും നമ്പർ 1 ഓപ്ഷൻ ആണ് സ്റ്റെപ്സിന് വേണ്ടിയിട്ട്. സെക്കൻഡ് ഓപ്ഷൻ നമുക്കുള്ളത് അതും സൂപ്പർ പ്രീമിയം ഓപ്ഷൻ ആണ് വുഡൻ ലോഗ്സ്. അതായത് തേക്ക് അല്ലെങ്കിൽ ഈട്ടി അതുപോലത്തെ വില കൂടിയ മരങ്ങളുടെ പ്ലാങ്ക്സ് എടുത്ത് സ്റ്റെയർ കേസുമേ പതിപ്പിക്കുക അല്ലെങ്കിൽ സ്റ്റെയർ കേസിൽ ഫിക്സ് ചെയ്യുക. അതാണ് സെക്കൻഡ് മോസ്റ്റ് പ്രീമിയം സ്റ്റെപ്പ് ടൈലിംഗ്. പക്ഷേ ഇതിനകത്തും ഇത് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ എപ്പിസോഡ് എക്സ്പെൻസീവ് ഓപ്ഷൻ തരാനുള്ളത് അല്ല. ബട്ട് മറ്റ് ഏതൊരു സെഗ്മെന്റിനെ പോലെയും ഇവിടെയും സ്റ്റെപ്പ് ടൈലിലും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വാല്യൂ ഫോർ മണി സ്റ്റെപ്പ് ടൈലിംഗ് തരാനുള്ളതാണ്. വാല്യൂ ഫോർ മണി സ്റ്റെപ്പ് ടൈലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 200 റുപ്പീസിന് താഴെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും 200 പോലെ തോന്നാതെ നല്ല പ്രീമിയം മെറ്റീരിയൽ ലുക്ക് എന്ന് വെച്ചാൽ ആരും വില ചോദിക്കത്തില്ല, അതുപോലെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. 3 ഓപ്ഷനാണ് നമുക്കുള്ളത്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻസിലേക്ക് പോവാം. ഇപ്പൊ എന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് കജാരിയ വിട്രോനൈറ്റിന്റെ റോക്കർ ബ്ലാക്കിന്റെ 6 അടി 4 അടി ഗ്രേ കളർ ലപ്പാട്ടോ ടൈലാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ ഇവിടെ കാണുന്നത് റോക്കർ ബ്ലാക്ക് ആണ്. 15 mm തിക്നെസ്, 6 അടി ഉയരം, 4 അടി വീതി. അതേപോലെ ഇനി വൈറ്റ് സ്റ്റെപ്പ് വേണം, വൈറ്റ് കളർ ലപ്പാട്ടോ മാർക്കറ്റിൽ എങ്ങും ഇല്ലാത്ത ഒരു ഓപ്ഷനാണ് റോക്കർ വൈറ്റ്. 6 അടി നീളം, 4 അടി വീതി, 15 mm തിക്നെസ്. ഇത് 3ഉം കളർഡ് ബോഡി GVT ആണ്. എന്ന് വെച്ചാൽ സർഫേസിൽ കാണുന്നതിന്റെ ഏകദേശം 90% കളർ നമുക്ക് എഡ്ജസിലും കിട്ടും. 100% കളർ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ആ കിട്ടുന്ന 90% വളരെ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, ഒരിക്കലും അഭംഗിയായിട്ട് തോന്നത്തില്ല. അപ്പം ഇതിന്റെ സവിശേഷത എന്തുവാന്ന് വെച്ചാൽ 6 അടി 4 അടി സൈസ് വളരെ യുണീക്ക് സൈസ് ആണ്. മിക്ക വീടുകളുടെയും സ്റ്റെപ്പ് ടൈൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 90 സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 120 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി 90 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 0 വേസ്റ്റേജോടെ 8 പീസ് എടുക്കാൻ പറ്റും. അതേപോലെ ഇനി സ്റ്റെപ്പ് 120 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 അടിയുടെ സ്റ്റെപ്പ് ആണെങ്കിൽ നമുക്ക് വിതൗട്ട് എനി വേസ്റ്റേജ്
6 പീസ് ഈ സ്ലാബിൽ നിന്ന് എടുക്കാൻ പറ്റും. കട്ട് ചെയ്തതിന്റെ പൊടി മാത്രമാണ് വേസ്റ്റ്, ഒരു പീസ് പോലും ഇതിനകത്ത് വേസ്റ്റേജ് ഇല്ല. ഇന്ന് നമ്മുടെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും പോപ്പുലർ സ്റ്റെപ്പ് ടൈലിംഗ് സൊല്യൂഷൻ ഏതാ, ബിലോ ₹200 എന്ന് പറഞ്ഞാൽ അത് റോക്കർ സീരീസ് ആണ്. നമുക്ക് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്. ഇനി നെക്സ്റ്റ് ലോട്ടിൽ നമുക്ക് റോക്കർ ബ്രൗണും വരുന്നുണ്ട്. സോ നമുക്ക് 4 ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇതാണ് നോർമൽ ഗ്രാനൈറ്റും തടിയുടെ ഫ്ലോറിൽ നിന്നും മാറി ഏറ്റവും വാല്യൂ പ്രൊപ്പോസിഷൻ സ്റ്റെപ്പ് ടൈലിംഗിൽ റോക്കർ സീരീസ് ഫോർ യു. സെക്കൻഡ് മോസ്റ്റ് വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഈ ടൈലാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കജാരിയയുടെ നാനോ ജെറ്റ് ബ്ലാക്ക് സ്ലാബിന്റെ മുമ്പിലാണ്. ഇത് പോളിഷ്ഡ് വെർഷനേ ഉള്ളൂ, ഇതുവരെ മാറ്റ് വെർഷൻ വന്നിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട റോക്കർ ബ്ലാക്ക് ലപ്പാട്ടോ ഫിനിഷ് ആണ്, അതുകൊണ്ട് സ്റ്റെപ്പ് ടൈലിന് കുറച്ചുകൂടെ അനുയോജ്യമാണ്. പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് അത്രയും ഇല്ല. ഒരു 190 അല്ല 200 റുപ്പീസിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു റേഞ്ച് അല്ല നമ്മുടെ റേഞ്ച്. നമുക്ക് അതിനെക്കാട്ടിലും താഴെ വരണമെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഒരു സബ് 170 റുപ്പീസ് റേഞ്ച് ആണ് ഈ മെറ്റീരിയൽ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കൂടി പറ്റത്തില്ല ഈ ടൈല്. അത്രയും റിച്ച് ബ്ലാക്ക് കളറാണ്. ഈ ടൈലിന്റെ സർഫേസിൽ കാണുന്നതിന്റെ ഒരു 90% കളർ നമുക്ക് സൈഡിൽ കിട്ടും. കാരണം ഇത് ഫുൾ ബോഡി വിട്രിഫൈഡ് അല്ല, ഇത് ഗ്ലേസ്ഡ് വിട്രിഫൈഡ് ടൈലാണ്. സോ ഈ കാണുന്ന ബ്ലാക്ക്നെസിന്റെ ഒരു 90% ബ്ലാക്ക്നെസ് നമുക്ക് സൈഡിൽ കിട്ടും. വളരെ മനോഹരമായ ഒരു ഓപ്ഷൻ ആണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ പാടുപെടും, അത്രയ്ക്ക് മിറർ ഫിനിഷ് ആണ്. പക്ഷേ ഇതിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റത്തില്ല. നമുക്കിത് സ്റ്റെപ്പ് ടൈലിന് മാത്രമല്ല, കിച്ചൺ സ്ലാബിനും നല്ല ബ്ലാക്ക് കളർ കിച്ചൺ സ്ലാബിന് ആഗ്രഹിക്കുന്നവർക്ക് കിച്ചൺ സ്ലാബിനും എടുക്കാൻ പറ്റിയ ഒരു ടൈലാണ്. ഇതേ കാറ്റഗറിയിൽ നമുക്ക് ബ്ലാക്ക് അല്ലാതെ വൈറ്റ് കളറും കൂടി അവൈലബിൾ ആണ്. അതും കൂടെ ഞാൻ കാണിക്കാം. ഈ കാണുന്നത് കജാരിയയുടെ വിട്രോണൈറ്റ് ഡിവിഷന്റെ സെയിം നമ്മളിപ്പം ബ്ലാക്ക് കണ്ടതിന്റെ തന്നെ വൈറ്റ് ഓപ്ഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് സർഫേസിൽ കാണുന്ന വൈറ്റ് കളറിന്റെ ഒരു 80% അല്ലെ ഒരു 75% വൈറ്റ്നസ് നമുക്ക് ബോഡിക്കകത്ത് കിട്ടും. 100% വൈറ്റ്നസ് അല്ലെ 90% വൈറ്റ്നസ് നമുക്ക് കിട്ടത്തില്ല മറ്റ് സ്ലാബുകളെ പോലെ, കാരണം ഇതിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. അപ്പം സബ് 170 റുപ്പീസ് റേഞ്ചിൽ നമുക്ക് സ്റ്റെപ്പ് ടൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഈ വൈറ്റും കൂടിയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്ന സബ് 100 റുപ്പീസിൽ ഏറ്റവും റിലയബിൾ ഫ്ലോറിംഗ് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും, അത് ഒരു അമേസിംഗ് കളക്ഷൻ ആണ് കജാരിയയുടെ വിട്രിഫൈഡ് ഡിവിഷന്റെ. അതിലേക്ക് പോവാം. ദ തേർഡ് വൺ. ഇനി മൂന്നാമത്തെ നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ന പ്രീമിയം ലുക്കും ഉള്ള ഓപ്ഷനാണ് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ് 4x2 സൈസ്. അതെ, 4x2 സൈസിലെ ഫുൾ ബോഡി ടൈൽസ് വെച്ച് ഇവിടെ നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന മെറ്റീരിയൽ ഇത് 3x1 സൈസാണ് ഈ വെട്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഒറിജിനലി 4x2 ഫുൾ ബോഡി വിട്രിഫൈഡ് സ്ലാബ്സ് ആണ്. ഇതിന്റെ എഡ്ജസ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മേളിലുള്ള അതേ കളർ നമുക്ക് ഇവിടെ സൈഡിൽ കിട്ടും. ഇനി ഈ ടൈൽസിന്റെ തിക്നെസ് 9 mm ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ എഡ്ജ് നമ്മൾ ഡബിൾ ആക്കി ഈ ഒരു 2 ഇഞ്ചിന്റെ പീസ് മടക്കി താഴെ അറാൾഡൈറ്റ് വെച്ച് ഒട്ടിച്ച് അല്ല വൈറ്റ് MCയിൽ വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ ഇതിനെ ഫുള്ളി ഡബിൾ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ 18 mm തിക്നെസ് ഫീൽ ചെയ്യും. 18 mm തിക്നെസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റി ഗ്രാനൈറ്റിന്റെ തിക്നെസ് ആണ്. ഫുൾ ബോഡി ടൈൽസ് ആയതുകൊണ്ട് സർഫേസിലുള്ള അതേ കളർ നമുക്ക് സൈഡിൽ കിട്ടും. വിച്ച് മീൻസ് ഇത് ക്വാളിറ്റിയും സ്ട്രെങ്ത്തിന്റെയും ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ്. ബട്ട് വെരി വെൽ അണ്ടർ 100 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ്. ഇനി ഇതിനകത്ത് തന്നെ ഇത് ഫാൻസി കളേഴ്സ് ആണ്. ഇത് ഗ്രീൻ, കോട്ട ഗ്രീൻ കളറാ, ഇത് സോൾട്ട് ആൻഡ് പെപ്പർ വൈറ്റ് ആ, ഇത് സോൾട്ട് ആൻഡ് പെപ്പർ ബ്ലാക്ക് ആണ്, ഇത് പ്ലെയിൻ ലൈറ്റ് ഗ്രേ ആണ്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് വേറെയും പല കളേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം എൻ്റെ സൈഡിൽ കാണുന്നതാണ് ഇതിന്റെ ലൈറ്റ് ക്രീം കളർ, ഡാർക്ക് ഗ്രേ കളർ, ബർഗണ്ടി കളർ, സോൾട്ട് ആൻഡ് പെപ്പർ വൈറ്റ്, അഗെയിൻ ഗ്രേ കളർ, ഡാർക്ക് ഗ്രേ കളർ. പക്ഷെ ഇത് പോളിഷിലും മാറ്റിലും കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ത്രെഡിൽ മാറ്റ് ഫിനിഷും റേസറിന് പോളിഷ് ഫിനിഷും അതേപോലെ സ്കേർട്ടിങ്ങിനും പോളിഷ് ഫിനിഷ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ കൂടി നമുക്ക് ഈ കളക്ഷനിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷേ ഇതെല്ലാം കൂടാതെ ഇപ്പം കജാരിയയുടെ ലേറ്റസ്റ്റ് വന്നേക്കുന്ന ഒരു സീരീസ് ആണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഫുൾ ബോഡിക്കകത്ത് പല ടെക്സ്ചറിൽ, ഒരേ കളറിൽ പല ടെക്സ്ചറിൽ വരുന്ന ഒരു ടൈലാണ്. ഈ കാണുന്ന ടൈൽ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഇതെല്ലാം 4 ടൈലും ഒരേ കളറാണെന്ന് തോന്നും. പക്ഷേ ഇത് ഒരേ കളർ ആണ് താനും. ബട്ട് ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത് ഇതിന്റെ ടെക്സ്ചറിനകത്താണ്, അല്ലെങ്കിൽ ഇതിന്റെ പുറത്തുള്ള പ്രിന്റിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ പഞ്ചിനകത്താണ്. അപ്പോൾ ഇതിന്റെ ടെക്സ്ചർ, മേളിലിരിക്കുന്ന ടെക്സ്ചർ ഈസ് സ്ലേറ്റ് ടെക്സ്ചർ. സ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനൽ പാറയുടെ സർഫേസ്, അല്ലെങ്കിൽ നമ്മൾ പലയിടത്തും കണ്ട കോട്ട സ്റ്റോണിന്റെ സർഫേസ് എങ്ങനെ ഇരിക്കും അതേപോലെ സ്റ്റോണിന്റെ സ്ട്രക്ചർ ആണ്. രണ്ടാമതിരിക്കുന്നതാണ് ജോമെട്രിക്. ജോമെട്രിക്കിനകത്ത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കൊത്തുപണി ചെയ്ത ഒരു വർക്ക്, അത് ഡൈകാസ്റ്റ് ചെയ്താണ് ഇതിനകത്ത്
ചെയ്തേക്കുന്നത്. ഇത് ഫ്ലോറിലിടാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇത് ചെയ്യേണ്ടത് സിറ്റ് ഔട്ടിന്റെ വാള് അല്ലെങ്കിൽ ബൗണ്ടറി വാൾസിന്റെ വാള്, അതേപോലെ ബാത്റൂംസിന്റെ ഹൈലൈറ്റ് വാള്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതിന്റെ ഒരു ബ്ലാക്ക് ഓപ്ഷനും ഉണ്ട് അവിടെ, അത് നമ്മളിപ്പോൾ ഉടനെ കാണിക്കും. ഇതിന്റെ മൂന്നാമതിരിക്കുന്ന ഈ ഒരു ടെക്സ്ചറാണ് ഫ്ലൂട്ടഡ് ഗ്രിഡ് സ്ട്രക്ചർ. ഫ്ലൂട്ടഡ് ഗ്രിഡ് സ്ട്രക്ചറിനകത്ത് നമുക്ക് ലൈൻസ് കാണും, പക്ഷേ ലൈൻസ് സ്ട്രേറ്റ് ലൈൻസ് അല്ല, ഓരോ ലൈനും ഓരോ സൈസിലുള്ള ഒരു ടെക്സ്ചറാണ്. ഇതിന് തന്നെ കാലിബ്രേറ്റഡ് ലൈൻസ്, അതായത് എല്ലാ ലൈൻസും ഒരേ സൈസ് ഒരേ തിക്നെസ് ഉള്ള ഒരു ലീനിയർ എന്ന് പറഞ്ഞൊരു ഡിസൈൻ ഇനിയും ഇതിനകത്തുണ്ട്. ഏറ്റവും അടിയിലിരിക്കുന്നതാണ് പ്ലെയിൻ മാറ്റ് ടൈല്. അപ്പം ഇങ്ങനെ ഒരേ കളറിനകത്ത് തന്നെ 5ഉം 6ഉം ടെക്സ്ചർ നമുക്കിപ്പം കജാരിയിൽ കിട്ടുന്നുണ്ട്. എല്ലാം ബിലോ 100 rupees ആണ്. സൂപ്പർ കളക്ഷൻ ആണ്. നമുക്ക് സ്റ്റെയർ കേസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റെയർ കേസ് ഏരിയ, അതുപോലെ വേറെ ഹെവി ട്രാഫിക് ഉള്ള എല്ലാ ഏരിയാസിനും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇനി ഇതേ മെറ്റീരിയൽ കൊണ്ട് ചെയ്ത ഒരു ബാത്റൂമാണ് ഇപ്പം നിങ്ങളീ കാണുന്നത്. ഈ കാണുന്ന ബാത്റൂം ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ചെയ്തതാണ്. ഈ ഒരു ബാത്റൂമിനകത്ത് തന്നെ നമുക്ക് 2 കളറേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ആക്ച്വലി 3 ടെക്സ്ചർ ഉണ്ട്. പ്ലെയിൻ മാറ്റ് ഉണ്ട്, ഫ്ലൂട്ടഡ് ഉണ്ട്, താഴെ റോക്ക് ഫിനിഷ് ഉണ്ട്, ഇവിടെ ജോമെട്രിക് ഫിനിഷ് ബ്ലാക്ക് കളറിലുണ്ട്. അപ്പം ഒരുപാട് ക്ലട്ടേർഡ് ആവത്തില്ല ബാത്റൂം, പക്ഷെ നമുക്ക് വരുന്ന ഡിഫറൻസിയേഷൻ നമ്മുടെ ടെക്സ്ചർ വെച്ചാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസിലൂടെ സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷൻസ്. അതായത് sub 200 rupees മുതൽ sub 100 rupees വരെ ഉള്ള ഏറ്റവും നല്ല 3 ഓപ്ഷൻസ് ആണ് നമ്മൾ കാണിച്ചത്. ഇനിയും ഇതിനകത്ത് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അത് ഈ കാറ്റഗറിയിൽ പെടത്തില്ല, പക്ഷെ അത് കാണേണ്ടി വന്ന് അതോടെ നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യും. ലെറ്റ്സ് ഗോ. സോ നമ്മൾ ആദ്യം sub 200 നല്ല 2 കളക്ഷൻ കണ്ടു, പിന്നെ നമ്മൾ sub 100 നല്ല 2 കളക്ഷൻ കണ്ടു. ഇനി നമുക്കുള്ള മൂന്നാമത്തത് ശരിക്കും ബിറ്റ്വീൻ 100 to 150 റേഞ്ചിലുള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ sub 200 കാണിച്ചു, sub 100 കാണിച്ചു. അപ്പം ബിറ്റ്വീൻ 100 to 150 എന്തുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് കാണിച്ചില്ലെന്ന് ചോദിച്ചാൽ, ഇത് കജാരിയുടെ സ്റ്റെപ്പ് ടൈലാണ്, അതായത് റെഡിമെയ്ഡ് സ്റ്റെപ്പ് ടൈലാണ്. ഫാക്ടറിയിൽ നിന്ന് തന്നെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ഒരു ടൈലാണ്. അപ്പം ഇത് സ്വല്പം കോസ്റ്റ്ലിയാ, പക്ഷേ ഇതിന് ഇതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. ഈ പ്രൊഡക്റ്റ് നമുക്ക് ആ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് മറ്റാവശ്യങ്ങൾക്കുള്ള മെറ്റീരിയൽ നമ്മൾ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്യുവാണ്. പക്ഷേ ഇവിടെ ഇത് കമ്പനിയിൽ നിന്ന് തന്നെ സ്റ്റെപ്പ് ടൈൽ ആയിട്ട് വരുന്ന ടൈലാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ടൈലിൽ മറ്റ് ടൈലുകളുമായിട്ട് എന്തുവാണ് വ്യത്യാസമുണ്ട്. ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ഗ്രേ കളർ, ബ്ലാക്ക് കളർ ആൻഡ് മറൂൺ കളർ. ഈ 3 കളർ എൻ്റെ മുമ്പിലുണ്ട്. 4 അടിയാണ് ഈ ടൈലിന്റെ ലെങ്ത്, 1 അടിയാണ് ഇതിന്റെ വീതി. പക്ഷേ അത് മാത്രമല്ല, ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 9 mm അല്ല, ഇത് 12 mm തിക്നെസ് ആണ്. 12 mm തിക്നെസ്, അതാണ് ഈ ടൈല് വില കൂടാനുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ 12 mm ശരിക്കും നമുക്ക് തരുന്നത് ഒരു അഡീഷണൽ സ്ട്രെങ്ത് നമുക്ക് തരുന്നുണ്ട്. ആ സ്ട്രെങ്ത് ആണ് ഈ ടൈലിനെ ഇത്രയും വ്യത്യസ്തത ആക്കുന്ന മറ്റു ടൈലുകളെക്കാട്ടിലും. ഇനി അതുകൂടാതെ ഇതിന്റെ എൻഡിലെ നോസിങ്, ഇത് ഓൾറെഡി കമ്പനിയിൽ നിന്ന് ചെയ്തു വരുന്നത്. അതായത് ഈ ടൈല് സ്ക്വയർ ആയിട്ട് വന്നിട്ട് നമ്മൾ സൈറ്റിലിട്ട് ഇതിനെ നോസിങ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഓൾറെഡി നോസ്ഡ് ആണ്. അപ്പൊ നോസിങ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് നമുക്കറിയാം ഏകദേശം 10 to 15 rupees റണ്ണിങ് ഫീറ്റ് ആണ്. അപ്പൊ ആ കോസ്റ്റ് ഓൾറെഡി കമ്പനിയിൽ നിന്ന് ചെയ്തു വരുന്നതുകൊണ്ട് നമ്മൾ അഡീഷണലി ആ കോസ്റ്റ് സൈറ്റിൽ പേ ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റ നോട്ടത്തിൽ ഇത് എക്സ്പെൻസീവ് ആണെന്ന് തോന്നിയാലും ആക്ച്വലി ഈ ടൈല് അത്ര എക്സ്പെൻസീവ് അല്ല. ഇനി മൂന്നാമത്തെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ എംബോസ്ഡ് ലൈൻസ് ആണ്, ഗ്രിപ്പ് ലൈൻസ് ആണ്. എംബോസ്ഡ് ഗ്രിപ്പ് ലൈൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം പബ്ലിക് പ്ലേസസിലായാലും വീട്ടിലായാലും എപ്പോഴാണ് സ്റ്റെയർ കേസ് പ്രായമുള്ളവർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ യൂസ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരം അഡീഷണൽ എൻഡിൽ ടൈലിന്റെ അവസാനത്തെ 4 ഇഞ്ചിൽ സ്വല്പം എംബോസ്ഡ് ലൈൻസ് ഇരിക്കുന്നത് എപ്പോഴും ഒരു സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു അഡീഷൻ ആണ്. ഇത് നമ്മൾ നോർമൽ സ്ലാബ്സിൽ നിന്ന് അല്ലെങ്കിൽ 4x2 ടൈൽസിൽ നിന്ന് കട്ട് ചെയ്ത് ടൈൽസ് എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് ഡെഫിനറ്റ്ലി കുറയും, പക്ഷേ എംബോസ്ഡ് ലൈൻസ് ഫാക്ടറിയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് അഡീഷണലി വീട്ടിൽ വെച്ചോ സൈറ്റിൽ വെച്ചോ ചെയ്യാൻ പറ്റില്ല. സോ ഇതായിരുന്നു നമ്മുടെ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻസ് ഇൻ sub 200 കാറ്റഗറി സ്റ്റെപ്പ് ടൈൽസ്. ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ഇതേപോലത്തെ ഇനിയും ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സും ഫാമിലിയും വീട് വെക്കാൻ നോക്കുന്നവർ അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്യാൻ നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. പിന്നെ കമന്റ്സിന് ഞങ്ങൾ കാത്തിരിക്കും. ഡു കമന്റ് ഡെഫിനറ്റ്ലി. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.